ഇപ്പോൾ കുട്ടികളുടെ വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് അവർക്ക് എന്ത് കാര്യത്തിലാണ് വിഷമം വരിക എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതാണല്ലോ ഈ മേശ അടിക്കുക, അല്ലെങ്കിൽ ഇയാൾ കയറി ചെയ്തു അപ്പോൾ നീ കൂടി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൻ്റെ ബട്ടൺ അമർത്തുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ തോട്ട് പ്രോസസ്സ് പോവുക? ഒരു കുട്ടിക്ക് എങ്ങനെ വിഷമം വരും, അല്ലെങ്കിൽ കുട്ടിയുടെ മൂഡ് സ്വിങ്സ് എങ്ങനെ വരും? എനിക്ക് ഇതേ പ്രായമുള്ള മകളുണ്ട് എനിക്ക്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റിലുള്ളത് മുഴുവൻ ഞാൻ അവളെ ഒബ്സർവ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള. അപ്പോൾ ഈ ലിഫ്റ്റ് പറയുന്ന സീന്, വണ്ടിയിൽ നോയ്സ് ഉണ്ടാക്കുന്നത്, പിന്നെ അവർ ഒരു കാണിക്കുന്ന വാശിയൊക്കെ കാണിക്കുമ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവരുടെ റെസ്പോൺസ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഞാൻ അവിടുന്ന് പഠിച്ച കുറേ കാര്യങ്ങളാണ് സ്ക്രിപ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല എൻ്റെ ഏജിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ മക്കളുണ്ട്. അപ്പോൾ ഞാൻ അവരൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള അവരുടെ മൊമെൻറ്റ്സുകളാണ് എഴുതിയിട്ടുള്ളത്. ദീപക്കിനെ അച്ഛന്മാരെ ഒബ്സർവ് ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നു? പാരന്റിങ്ങിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുമോ? സ്ക്രിപ്റ്റിലില്ലാത്തത് കുറച്ച് കയ്യിൽ ചെയ്തേക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ ഉണ്ട് കയ്യിൽ നിന്ന്. അങ്ങനെ നമുക്കെന്തായാലും നീ ചോദ്യം കേട്ട ഹിറ്റ്ലർ മാധവൻകുട്ടി എന്നതാ അല്ല അങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു ഒരു 3-4 പ്രാവശ്യം. വായിക്കാൻ തന്നത് ഒരു പ്രാവശ്യം തന്നിട്ടു, ഞാൻ 3-4 ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ എടുത്തു പറയേണ്ട കാര്യം അല്ല, 3-4 പ്രാവശ്യം വായിക്കാൻ തന്നു എന്ന് പറഞ്ഞത് കറക്റ്റ് ചെയ്തതാ. തന്നത് ഒരു പ്രാവശ്യം, വായിച്ചത് 5 പ്രാവശ്യം. മാറ്റി കറക്റ്റ് ചെയ്യിപ്പിച്ച് മാറ്റി ഇല്ല. അങ്ങനെ ബേസിക്കലി സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ട്. പിന്നെ ഇവനൊരു അച്ഛനായതുകൊണ്ടും എങ്ങനെയൊക്കെയാണ് അച്ഛന്മാർ പെരുമാറുക എന്നുള്ളതുകൊണ്ടും കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടും കൃത്യമായിട്ട് പറഞ്ഞതുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടി. പിന്നെ ഈ ക്യാരക്ടറിൽ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചൊരു ഹൈപ്പർ, ഒരു ADHD സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് മുന്നിലുള്ള അങ്ങനെ പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല. നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ അല്ല, അതൊരു കുറച്ചുകൂടെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അവരുടെ റിയൽ ലൈഫ് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. അവർ ഫ്ലൈറ്റിൽ കയറി എൻ്റെ തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല ആൾക്കാരും നമ്മൾ കാണും. അപ്പം ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അവരെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കയറിയ കുറച്ച് പരിപാടികൾ സിനിമേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡയറക്ടറിന്റെ കഴിവ് ഗൾഫിൽ വരെ ഒരു പാരലൽ ഇൻഡസ്ട്രി തന്നെ ഉണ്ട് എന്ന് കേൾക്കുന്നു. എത്ര സത്യമുണ്ട്? എന്തിന്? ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, സിനിമയുടെ. എടാ, ഗൾഫിലുള്ളവരൊക്കെ ഞങ്ങൾ മലയാളികൾ, നമ്മൾ കേരളത്തിനാണ് റെപ്രസെന്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഉള്ള ഓരോ മൊമെന്റ് അവിടെ ആഘോഷിക്കും പരിപാടിയൊക്കെയാണ്. അപ്പം പിന്നെ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാർ ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടല്ലോ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ വന്നത്. അതുപോലെ അവിടെയുണ്ട്. അങ്ങനെ മാത്രമല്ല, പാരലൽ ഇൻഡസ്ട്രി ഉണ്ടാക്കാനല്ല, അവിടുന്ന് എന്തെങ്കിലും ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടുകാരെ മുന്നിൽ കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ആസിഫ് കരയുന്നത് ഒരുപാട് സിനിമകളിൽ ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ട്രെയിലർ ഉൾപ്പെടെ അങ്ങനെ ഒരു ലോങ് ഷോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം മുമ്പൊരു സിനിമയുമായിട്ടോ അല്ലെങ്കിൽ മുമ്പൊരു സിനിമയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയിട്ട് ഇതിന് സാമ്യം വരുമോ, അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ആവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിന്തയില്ല. മാത്രമല്ല, ഈ പടം കംപ്ലീറ്റ് ഗൾഫിലാണല്ലോ ഷൂട്ട് ചെയ്തത്. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ആസിഖാന്റെ ആദ്യമായിട്ടാണ് ഒരു പടം കംപ്ലീറ്റ് UAE ഷൂട്ട് ചെയ്യുന്ന സിനിമ. ഞാൻ വിചാരിച്ചതിന് മുമ്പൊക്കെ കുറെ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പം ആസിഖ അങ്ങനെ വന്നതാണ്. പിന്നെ ഈ ക്യാരക്ടർ അങ്ങനെ അമീർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ആസിഖ ചെയ്തിട്ടുള്ളത്. അതെ, അപ്പോൾ അതിന്റെ കുറേ പരിപാടികൾ പുതിയതാണ്. അങ്ങനെ എന്നല്ല. പിന്നെ കരയുന്നത് ഞാൻ വേറൊരു സിനിമയിൽ കരച്ചിൽ വർക്കായതുകൊണ്ട് വെച്ചതല്ല. ഈ സിനിമയിൽ അങ്ങനത്തെ മൊമെന്റ് വരുന്നത് കൊണ്ടുള്ളതാണ്. അത് ഒരു വട്ടം എന്നല്ല, ഒരു 3-4 തവണ അങ്ങനത്തെ മൊമെന്റുകൾ ഉണ്ട്. കുറെ രസമുള്ള കുറെ സീക്വൻസുകളുണ്ട്. തുടക്കത്തില് അച്ഛനോട് പറയുന്ന സീനൊക്കെ ഭയങ്കര രസമുള്ള സീനാണ്. ഞാൻ പടം കാണുന്ന സമയത്തൊക്കെ ഭയങ്കര ഫീൽ ചെയ്യും. അത് സിനിമ ഡിമാൻഡ് ചെയ്തുകൊണ്ട് ആ ക്യാരക്ടറിന്റെ ഇമോഷനുമാണ്. ഇപ്പോഴും ജോലി കിട്ടാത്ത ദരിദ്രനായ മിഡിൽ ക്ലാസ് പയ്യൻ എളുപ്പമാണോ? റിലേറ്റബിൾ ആണോ? റിലേറ്റബിൾ ആണെന്ന് വെച്ചാൽ ഞാൻ വരുമ്പോൾ ആളുകൾക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് ഇപ്പോഴും ഒരു ജോലി കിട്ടിയിട്ടില്ല മലയാളികളുടെ കാഴ്ചപ്പാടിൽ. ഞാൻ അലസനായ യുവാവാണ് ഇപ്പോഴും.
അമീറിന്റെ ക്യാരക്ടർ നമുക്ക് ഇപ്പം ഇവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം. ദുബായിൽ നമുക്ക് ഇവിടുന്ന് പോയി അവിടെ ദുബായിലാണെന്നുള്ള പേരുണ്ട്, പക്ഷെ സർവൈവലിന് വേണ്ടിയിട്ട് എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലത്തെ ഒരുപാട് പേര് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്ന കാറ് ഡ്രൈവ് ചെയ്തൊരു പയ്യനുണ്ട്. അവന് ഇതുപോലെ 3-ാമത്തെ പ്രാവശ്യം വിസിറ്റ് വിസയിൽ വന്നിട്ട് ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒത്തിരി ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അപ്പൊ ഇവരും എല്ലാം ഇപ്പം ഇതിന്റെ ഫുൾ ഡയറക്ഷൻ ടീം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, തമിഴിന്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഈവൻ ഇതിന്റെ DOP. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഇവിടെ നിന്ന് പോയി പറയുന്നതിനേക്കാൾ ഒതന്റിക് ആയിട്ട് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു സ്ട്രഗിളും കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 5-6 പേരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. ഐ മീൻ ഇതിനു മുന്നേ സിനിമകൾ ചെയ്തിട്ടുള്ളവരുള്ളൂ. ബാക്കി ഒരു മേജർ പോർഷൻ ഓഫ് ആർട്ടിസ്റ്റും പുതിയ ആളുകളാണ്. ഇപ്പൊ 2ാമത്തെ സിനിമയിലാണല്ലോ, കഥ തുടരുന്നതിലാണല്ലോ ഒരു കുട്ടിയായിട്ട് ആദ്യം കോമ്പിനേഷൻ ചെയ്യുന്നത്. അത് ഭയങ്കര രസമായിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടല്ല കാര്യങ്ങൾ. ഇപ്പൊ കുട്ടി എടുത്തിട്ട് ബൈക്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ടും മാമ്പഴം മേടിക്കാൻ പോകുന്നൊക്കെ റിസ്ട്രെയിൻഡ് ആയിട്ട് അതൊക്കെ ചെയ്യുന്നത്. കുറെ കാലമായിട്ട് അങ്ങനെ സ്വന്തം കുട്ടിയെ പോലെ അത് ഡീൽ ചെയ്യുന്നത്. 2ാമത്തെ സിനിമയിൽ തന്നെ അതിനുള്ള ഫീഡ് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം അത് എങ്ങനെയായിരുന്നു? അത് സത്യേട്ടന്റെ സിനിമയാണ്. 2ാമത്തെ സിനിമ ഇനി കൊച്ചായിട്ടല്ല ഡിനോസറായിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അഭിനയിക്കുമല്ലോ. പിന്നെ സത്യേട്ടന്റെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അവര് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള, ഞാനൊരു പാരന്റായിട്ട് അഭിനയിക്കാനുള്ള പ്രായമുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻ ഏജ് കൂടും അന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്നതിന് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുമ്പോഴാണ് കുറെ കൂടെയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഷൂട്ടിങ്ങിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവൻ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുപോയി നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ഇവന് എന്താണെന്നും ഇവന്റെ ഏത് ലെവല് വരെ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഷൂട്ട് തുടങ്ങിയത്. പേഷ്യൻസ് ലെവല് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരേ പൊള്ളിയായിരുന്നു അല്ലേ? ആസിക്കാണോ ദീപകേട്ടനാണോ അടിപൊളി? രണ്ടുപേരും പറഞ്ഞോട്ടോ. എന്നാലും ദീപകേട്ടനല്ലേ കുറച്ചുകൂടി അടിപൊളി? എങ്ങനെയുണ്ടായിരുന്നു ദിവ്യപ്രഭ അമ്മയായിട്ട്? അമ്മയായിട്ട് കൊള്ളായിരുന്നു. ഇങ്ങനത്തെ കൊറേ സീനൊക്കെ വരുമ്പോ അമ്മേനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നീ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു? ഇടയ്ക്ക് ഇപ്പോഴും ചെയ്യും. വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഉമ്മയായിട്ട് ഇടി ഉണ്ടാക്കും? ഇടി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വരുമ്പോ ഞാനൊരു പിച്ച് കൊടുത്തിട്ട് ഓടും. എത്ര വട്ടം ബിസ്ക്കറ്റ് എറിഞ്ഞു? മറ്റേ ഗ്ലാസ് 2 വട്ടം. അങ്ങനത്തെ കുറെ ടെക്നിക്സ് ഇവന്റെ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആ സോങ്ങിലൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഇവൻ ഷൂട്ട് ചെയ്യണോ നമുക്ക് കുതിയാവും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. 38 മുട്ട കണ്ട്